നമസ്കാരം. കടുത്ത സാമ്പത്തിക ഞെരുക്കം ഉൾപ്പെടെ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിസ്ഥാനത്ത് കേന്ദ്രത്തെ പ്രതിഷ്ഠിച്ചതിന് പിന്നാലെയാണ് ഡൽഹി കേരള ഹൗസിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച. സർക്കാർ ക്ഷണം സ്വീകരിച്ചെത്തിയ കേന്ദ്ര ധനമന്ത്രിക്ക് മുൻപാകെ വയനാട് ദുരന്ത സഹായ വായ്പയുടെ കാലാവധി നീട്ടണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ കേന്ദ്ര തീരുമാനം വൈകുന്നതിലെ ആശങ്ക അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കറും ദില്ലിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസും ഒപ്പമുണ്ടായിരുന്നു. കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരി ഒഴിഞ്ഞു നിൽക്കുന്ന 1.25 ലക്ഷത്തോളം വരുന്ന സമരമുഖത്തെ ആശമാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നും കൂടിക്കാഴ്ചയിലുണ്ടായില്ല. അത് ഉന്നയിക്കപ്പെട്ടത് ധനമന്ത്രിയുമായി UDF MPമാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്ത് സഹായം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ തയ്യാറാണെന്ന് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഞങ്ങൾ MPമാരെല്ലാം ഗവർണറോട് പറഞ്ഞതാണത്. അപ്പോൾ അക്കാര്യത്തിൽ നല്ല കാര്യം നടക്കട്ടെ. മുഖ്യമന്ത്രി ആ ചർച്ചയിൽ പാവപ്പെട്ട ആശാവർക്കർമാരുടെ വിഷയം കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആകെ ഒരു ശ്രദ്ധയുള്ളത് ഈ വൻ നിക്ഷേപങ്ങളും വൻ മുതലാളി സംരംഭങ്ങളും. ഇവിടെ ഇപ്പോൾ കടൽമണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മോഡി ചെയ്യുന്നത് പോലെ തന്നെ അത്രയുടെ കണ്ണാണ് പാവപ്പെട്ട ആശാവർക്കർമാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കണം. കാരണം അവിടെ ഒരുപാട് ഡ്യൂ ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. സൗഹൃദാന്തരീക്ഷത്തിൽ പൂർത്തിയായ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള ചർച്ച കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിലെ ശ്രീ റിജിൽ മാക്കുറ്റി, BJPയിലെ ശ്രീ K സോമൻ, CPIMലെ ശ്രീ A സമ്പത്ത്, സാമ്പത്തിക വിദഗ്ധൻ, സാമ്പത്തിക നിരീക്ഷകൻ ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ രാഷ്ട്രീയ പ്രതിനിധികളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചർച്ച താങ്കളിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേന്ദ്ര സർക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കത്യം കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വികസന പ്രശ്നങ്ങളിൽ, തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിൽ, അതുപോലെ തന്നെ സേവനങ്ങൾക്ക് ഉണ്ടാകുന്ന തടസ്സവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണമാണ് കേരള സർക്കാർ നൽകിയത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വയനാട്ടിലെ സംഭവങ്ങളിൽ പോലും അത് കോടതി കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇന്ന് ധനമന്ത്രിയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകാവുന്ന കാര്യങ്ങൾ താങ്കൾ കാണുന്നുണ്ടോ? ഈ വയനാടിന്റെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യമടക്കം ഉള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവ്വം ഉള്ള പരിഗണനയ്ക്ക് വഴിയൊരുക്കുന്നതായി ഈ കൂടിക്കാഴ്ചയെ താങ്കൾ വിലയിരുത്തുമോ? തീർച്ചയായിട്ടും ഗോപീകൃഷ്ണൻ, ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തോട് സാമ്പത്തിക രംഗത്ത് ചില അനീതികൾ കാണിക്കുന്നു എന്നുള്ളൊരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വയനാടിൻ്റെ കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളിലും തർക്കവിതർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, കണക്കുകൾ കൊടുത്തിട്ടില്ല, ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതേസമയത്ത് ഇവിടെ ഞങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് എന്നുള്ള തർക്കവിതർക്കങ്ങൾ നിൽക്കുമ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം, ഒരു അവഗണനാ മനോഭാവം ഉണ്ടായി എന്നുള്ളത് തന്നെ പ്രകടമായിട്ടുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് നമ്മൾ അവഗണനയുടെ കാര്യത്തിലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനിടയിൽ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നേരിട്ടുള്ളൊരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിഗ്നലാണ്. കാരണം ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ കേന്ദ്രം ഏതെങ്കിലും വലിയ ഒരു മേലാളൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധിപൻ എന്നുള്ള രീതിയിലും സംസ്ഥാനങ്ങൾ അവരുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളും എന്നുള്ളൊരർത്ഥമൊന്നും ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തിൽ ഇല്ല, പ്രത്യേകിച്ച് ഒരു ഫെഡറൽ സംവിധാനത്തിൽ. കാരണം ഏത് സംസ്ഥാനത്തെയും ജനങ്ങളാണ് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ജനങ്ങൾ തുല്യരാണെന്നുള്ളത് കൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും ഈക്വൽ ഫൂട്ടിങ്ങിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഡയലോഗിലൂടെ, സംഭാഷണത്തിലൂടെ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയും അത് പരിഹരിക്കാൻ കഴിയുകയുമുള്ളൂ. അതിനൊരു തുടക്കമുണ്ടായി. അത് നേരിട്ട് മുഖാമുഖം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ
നമ്മുടെ ഗവർണറുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വശമാണ്. തീർച്ചയായും അങ്ങനെ ഒരു ചർച്ചയിൽ ഉയർന്നു വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവരാരും അത് വെളിപ്പെടുത്താനും തയ്യാറായിട്ടില്ല. എന്തായാലും ആ കൂടിക്കാഴ്ചയുടെ ഫലം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ സ്വാഭാവികമായിട്ടും ധനമന്ത്രി നിർമ്മല സീതാരാമന് കൊണ്ടുവരേണ്ടി വരും. അനുഭാവപൂർവമായ പരിഗണനകൾ അതിൽ നിന്നുണ്ടാകും. അല്ല, ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ഡയലോഗിലൂടെയാണ്. അതിന് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ കടമെടുക്കൽ പരിധിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നത് കേന്ദ്രത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. ഇപ്പോൾ കിഫ്ബി വായ്പകളൊക്കെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് കേരളത്തിന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ആ കാര്യത്തിലുണ്ടായി. ഈ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 13,000 കോടി രൂപയുടെ വായ്പാ അനുമതി പോലും ഭരണഘടനാ ബെഞ്ചിൽ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് കേന്ദ്രം തടഞ്ഞുവെന്ന് ധനകാര്യ കമ്മീഷന് നൽകിയ നിവേദനത്തിൽ 2024 ഡിസംബറിൽ കേരളം വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ, ഇപ്പൊ നികുതി വിഹിതം വർദ്ധിപ്പിക്കണം, സെസ് സർചാർജ് വരുമാനം വിഭജിക്കാവുന്ന പൂളിൽ ഉൾപ്പെടുത്തണം, ഇതൊക്കെ ധനകാര്യ കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതൊക്കെ കമ്മീഷൻ നിരാകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോഴും അതിനിപ്പോൾ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ, അവിടെയും കേന്ദ്ര സർക്കാർ ഒരു ന്യായം പറയുന്നത് കേരളത്തിന് അർഹിക്കുന്ന വിഹിതം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേരളം ഹാജരാക്കിയിട്ടില്ല എന്നാണ്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ 2,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് ചോദിച്ചപ്പോൾ 529 കോടി രൂപയാണ് നൽകിയത്, അതും വായ്പ എന്ന നിലയിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച നടക്കുമ്പോഴും അതിൻ്റെ പിന്നാമ്പുറത്ത് കേന്ദ്രത്തിന്റെ നിലപാടുകളിൽ നിൽക്കുകയും കേരളത്തിന്റെ ഭാഗത്ത് ഗുരുതരമായ കേരളത്തിന്റെ സാമ്പത്തിക വിനിയോഗത്തിന്റെ കാര്യത്തിൽ, ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ട് എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു വഴി ഇന്നത്തെ ചർച്ചയിൽ തുറന്നു എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ ഒരു ഗോപികൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള സംവിധാനം ഇല്ലാതാവുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. അതിന് പകരം നീതി ആയോഗ് എന്ന് പറയുന്ന പരിമിതമായൊരു കാര്യമാണ് നിലനിൽക്കുന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷൻ നിലനിന്നിരുന്ന കാലത്ത് പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. ആ പ്ലാനിംഗ് കമ്മീഷൻ ഓരോ വർഷത്തെയും പദ്ധതിയും 5 വർഷത്തെയും പദ്ധതിയും എല്ലാം അവലോകനം ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് അത് കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയും പ്ലാനിംഗ് കമ്മീഷൻ്റെ ഉന്നത അംഗങ്ങളുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നൊരു സംവിധാനം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ഈ BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിക്ക് അതിന് അവസരം കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു സംവിധാനം വന്നതോടുകൂടി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഡയലോഗ് വളരെ വളരെ ഇടിഞ്ഞു പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. ഞാൻ അതാണ് ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. ഫെഡറൽ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട 2 സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് കേന്ദ്രവും സംസ്ഥാനവും എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യം വികസിക്കുന്നതെന്ന്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വികസനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, സംസ്ഥാനങ്ങളെ കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഡയലോഗുകൾ ഇല്ലാതാവുകയും കൃത്യമായി കേന്ദ്രം ചില ടാർഗറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായവും ഗ്രാൻറ്റുകളും അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത് കേരളത്തിന് വലിയ തോതിൽ തിരിച്ചടിയായി. ഇപ്പോൾ ഗോപീഷ്ണൻ അറിയായിരിക്കും, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം എന്ന് പറയുന്നത് ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ഡീലിമിറ്റേഷൻ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്ന അവസരത്തിൽ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയുമെന്ന ആശങ്കയുണ്ട്. അതെന്താണ്? ഈ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം എന്ന 70കളിൽ കൊണ്ടുവന്ന വലിയ പദ്ധതി വളരെ ഫലപ്രദമായി നന്നായി നടപ്പാക്കി. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ജനസംഖ്യയിൽ കുറവ് വന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ കേരളം മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ നമുക്ക് പിന്നോക്കാവസ്ഥ പറഞ്ഞുകൊണ്ട് കാര്യം ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ മുന്നോക്കാവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ 10-20 വർഷം മുമ്പ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളുടെയും വികസനം, അതൊരു പക്ഷേ പിന്നോക്ക സംസ്ഥാനങ്ങളായ ബീഹാർ, മധ്യപ്രദേശ്, UP പോലുള്ള സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പര്യാപ്തമായിരിക്കും. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ വേറെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പീഡിയാട്രിക് പ്രശ്നമില്ല, പക്ഷേ കേരളത്തിന് ജെറിയാട്രിക് പ്രശ്നമുണ്ട്.
അപ്പോൾ പീഡിയാട്രിക് പ്രശ്നം കേരളത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട, കാരണം ശിശുമരണ നിരക്കിൽ നമ്മൾ കുറവാണ്, ശിശുക്കളുടെ രോഗം കുറവാണ്, പ്രസവത്തോട് ചേർന്നുള്ള മരണങ്ങൾ കുറവാണ്. ഇതെല്ലാം കേരളത്തിൽ കുറവായത് കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി മേഖല മെച്ചപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ കേരളത്തിൽ 17-18% വൃദ്ധന്മാരുണ്ട്. അവരുടെ സംഖ്യ 2030 28% ഉയരുമെന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ജെറിയാട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം താങ്കൾ പറഞ്ഞതുപോലെ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അതിന് വേണ്ട പോംവഴികളുമല്ല കേരളം പോലെ മുന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് വേണ്ടത്. സത്യത്തിൽ ആളോഹരി വരുമാനം അടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രം സഹായം നൽകുന്നതിന്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മാനദണ്ഡമായി നിശ്ചയിച്ചിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രതികൂലമായി, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു സഹായം കിട്ടാൻ പാകത്തിലുള്ളതല്ല. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ്, ആ ക്രൈറ്റീരിയ മാറ്റി നിശ്ചയിക്കപ്പെടണം. അത് ഒരു രാഷ്ട്രീയ തീരുമാനമായി കൂടി വരേണ്ട കാര്യമാണ്. അത് കേന്ദ്രം ഏകപക്ഷീയമായി രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് കേരളത്തോടുള്ള സമീപനം എന്ന രാഷ്ട്രീയ ആക്ഷേപം നിലനിൽക്കുമ്പോൾ അത് എത്രത്തോളം സാധ്യമാണ് എന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ. ശ്രീ എ സമ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ സമ്പത്ത്, ഒരു ഒറ്റ കൂടിക്കാഴ്ച, ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ സവിശേഷത നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇത് കേരള ഹൗസിലേക്ക് ധനമന്ത്രി എത്തി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രിയുമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച്, മാത്രമല്ല ഇതിന് തൊട്ട് മുൻപുള്ള ഗവർണറുമായി നിരന്തരം ഏറ്റുമുട്ടലിൻ്റെ പാതയിലായിരുന്നു സംസ്ഥാന സർക്കാരെങ്കിൽ ഇവിടെ ഗവർണറുടെ സാന്നിധ്യത്തിൽ, ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാകട്ടെ കേരളത്തിനോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചും. ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ ഉരുകി പോകുന്ന ഒരു മഞ്ഞുമലയായിരുന്നു കേന്ദ്രത്തിനും കേരളത്തിനും നടുവിലുണ്ടായിരുന്നത്. എന്ത് ശുഭപ്രതീക്ഷയാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് താങ്കൾ കാണുന്നത്? ഗോപികൃഷ്ണൻ, നമ്മള് ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഈ കാര്യങ്ങൾ, ഞാൻ അതിലെ സാമ്പത്തികമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മളൊരു ഫെഡറൽ രാഷ്ട്രമാണ്. അതിനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് ഫെഡറൽ എന്നോ ക്വാസി ഫെഡറൽ എന്നോ എങ്ങനെയൊക്കെ പഠിപ്പിക്കട്ടെ, നമ്മളെല്ലാം സ്കൂളിലൊക്കെ പഠിച്ചു വന്നതിന്റെ. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഭരണഘടനയുടെ ഭാഗം 5 പാർട്ട് 5 എന്നത് യൂണിയൻ എന്നതാണ്, സെൻട്രൽ ഗവൺമെന്റ് എന്നല്ല പറയുക. നമ്മുടെ എല്ലാം ഈ വർത്തമാനത്തിന്റെയും എഴുത്തിന്റെയും എല്ലാം ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നുവെങ്കിലും ഇറ്റ്സ് യൂണിയൻ ഗവൺമെന്റ്, പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പാർട്ട് 6 എന്നുള്ളത്, പാർട്ട് 6 എന്നുള്ളത് ദ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്, സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ ഭരണഘടന തുടങ്ങുന്നത് തന്നെ അനുച്ഛേദം 1, ഇന്ത്യയുടെ ഭരണഘടനയുടെ അനുച്ഛേദം 1 ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ സംസ്ഥാനങ്ങൾ ഒപ്പം യൂണിയൻ ഗവൺമെന്റും തമ്മിൽ തുടർച്ചയായിട്ടുള്ള വർത്തമാനങ്ങൾ, അതിന് ഇംഗ്ലീഷിൽ ഡിസ്കഷൻസ് എന്നോ ഡയലോഗ്സ് എന്നോ, പാർലമെന്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് ഡിബേറ്റ്സ് എന്നോ, ഓഫ് കോഴ്സ് അവിടെ ഈ എലിമെന്റ് ഓഫ് ഡിസെന്റ് എല്ലാം അവിടെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ അത് അനിവാര്യവുമാണ്. സ്വാഭാവികമായും ഇന്ത്യൻ യൂണിയനിൽ അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടേതായ ഒരു കൂട്ടുകെട്ടോ ഒരു മുന്നണിയോ അവരുടെ രാഷ്ട്രീയ നയസമീപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക നയങ്ങൾ അത് വിവിധ സംസ്ഥാനങ്ങളുടെ അവർ പിന്തുടരാൻ ആഗ്രഹിക്കുന്നതും അവരുടെ ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലുള്ള അവരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് പ്രയോറിറ്റീസ് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി ആയിരിക്കണമെന്നില്ല UP-യുടെ പ്രയോറിറ്റി. ഒരു കടലോരത്തിന്റെ ഒരു മീറ്റർ പോലും ഇല്ലാത്ത എത്രയോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. അവരുടെ വിഷയങ്ങൾ മറ്റൊന്നാണ്. എന്നാൽ കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ ഈ കർണാടകം ഉൾപ്പെടെയുള്ള ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള പല ഈ തീരദേശ സംസ്ഥാനങ്ങളുടെ പ്രയോറിറ്റീസ് വ്യത്യസ്തമായിരിക്കും. മലയോര പ്രദേശങ്ങൾ ഉള്ളിടത്തുണ്ടാകുന്നതായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ് എന്നുള്ളത്, അത്തരം വിഷയങ്ങൾ ചിലപ്പോൾ മധ്യപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്തിനോ രാജസ്ഥാൻ പോലുള്ള ഒരു സംസ്ഥാനത്തിനോ ഒക്കെ അവർ ഇത് ദുസ്വപ്നങ്ങളിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഗവർണറും മുഖ്യമന്ത്രിയും ഇന്ത്യൻ യൂണിയന്റെ ധനകാര്യ മന്ത്രിയുമായി രാവിലെ അനൗപചാരികമായ ഒരു കൂടിക്കാഴ്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ക്ഷണമനുസരിച്ച് ശ്രീമതി നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തി, ഗവർണർ ഉൾപ്പെടെ അവര് പ്രഭാത ഭക്ഷണം കഴിച്ച് അനൗപചാരികമായ ചർച്ച നടന്നു. അങ്ങനെ ഒരു ഡിസ്കഷൻ എന്തായാലും നടന്നു എന്നുള്ളത്.
അത് സംബന്ധിച്ച് എന്താണ് നടന്നത് എന്നുള്ളതിനെ ഈ ധനകാര്യ മന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാധ്യമങ്ങൾ നമ്മളോട് അത്തരം കാര്യങ്ങളെ പറ്റി പറയുന്നുവെങ്കിൽ ശരി, നമുക്കത് ചർച്ച ചെയ്യാം. ഔപചാരികമായ ചർച്ച എങ്ങനെയാണ് നടക്കുക? ഔപചാരികമായ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ നിവേദനങ്ങൾ ഉണ്ടാകും, ചില റെപ്രസെന്റേഷൻസ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഞാനിത് പറയുമ്പോൾ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ആയിരിക്കുമ്പോൾ അന്ന് ഡോക്ടർ തോമസ് ഐസക്കിന് കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമന്റെ ഓഫീസിൽ മറ്റ് 9 സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരോ റവന്യൂ മന്ത്രിമാരോ കൂടി പങ്കെടുത്തുകൊണ്ട് ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. ഇന്നിപ്പോ ഈ പ്രമാദ ഭക്ഷണം അവിടെ അത്തരത്തിൽ ഈ കാര്യത്തിൽ അത് നല്ല അന്തരീക്ഷത്തിൽ അവിടെ നടന്നു. ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ആയിക്കോളൂ, നല്ലത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഗവർണർ തന്നെ കേരളത്തിലെ നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അത്താഴ വിരുന്നിന് ക്ഷണിച്ച് അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട എംപിമാർ അവർ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിലുള്ളവരാണ്. സ്വാഭാവികമായി ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം ഉള്ളപ്പോഴും തങ്ങളുടെ നാടിന്റെ വികസനത്തിനായി ഒരുമിച്ച് നിൽക്കണമെന്ന് ഗവർണർ തന്നെ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കും അപ്പുറമായി അവർ അത്തരത്തിൽ പല കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിന് അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്യുകയുണ്ടായി. കേരള ഹൗസിൽ അത്തരത്തിൽ കൂടിയ ഒരു അദ്ദേഹവുമായി അത്താഴ വിരുന്നിൽ പങ്കെടുക്കുക, നമ്മുടെ ഈ എംപിമാര് ഒക്കെ ഇത്തരം കാര്യങ്ങളിലല്ല നമുക്ക് പരസ്പരം അറിയിക്കാൻ നമുക്ക് ചോദിക്കേണ്ടത്. നമുക്ക് അത്തരം കാര്യങ്ങളിൽ അത് ഇടതടവില്ലാതെ നമ്മൾ മുട്ടിക്കൊണ്ടിരുന്നാലേ കഴിയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കേരളത്തിന് അർഹമായത് ലഭിക്കുക എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഒന്ന് ഭരണഘടനാദത്തമായി കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള വിഹിതം. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ നമ്മുടെ ചില പ്രയോറിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ധനകാര്യ കമ്മീഷൻ അടക്കം ബോധ്യപ്പെടുത്തുക. ഒപ്പം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതായിട്ടുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത്, അതിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഷെയറിംഗ് ഓഫ് ഈ സ്റ്റേറ്റ് സെന്റർ ആ റേഷ്യോ നിങ്ങൾ പറയുമല്ലോ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ അതിന്റെ റേഷ്യോയും സ്റ്റേറ്റിന്റെ റേഷ്യോയും ഇത് സ്റ്റേറ്റിന്റെ റേഷ്യോ വെട്ടിക്കുറയ്ക്കുകയും ഇവിടെ ഈ പദ്ധതികൾ എന്നുള്ളത് പ്ലാനുകൾക്ക് പകരമായി അവിടെ ഈ നേരത്തെ വരുന്നത് ഈ നമ്മള് പഞ്ചവത്സര പദ്ധതികളാണ്. അപ്പൊ ആ പദ്ധതികൾ എന്നുള്ളത് പ്ലാനിന് പകരം ഇപ്പൊ എന്താ വരുന്നത്, ഈ സ്കീമുകളും അതുപോലെ തന്നെ പ്രോഗ്രാമുകളുമാണ്. അത് സെൻട്രലൈസ് സ്പോൺസേഡ് പ്രോഗ്രാമുകളും സ്കീമുകളുമായി വരുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അങ്കുരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നികുതി വിഹിതത്തിന്റെ ഷെയറിംഗ് ആണ്. രണ്ടാമത്തേത് എന്താണ്, ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള അധികാരത്തെ സംബന്ധിച്ചുള്ളതാണ്. മൂന്നാമത്തേത് എന്താണ്, ഈ ഭരണഘടനയിൽ തന്നെ പറയുന്നതായിട്ടുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്സ് ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും അവർക്ക് ലഭിക്കുന്നത് അതിനാനുപാതികമായി കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിതെല്ലാം നേടിയല്ലോ, നിങ്ങളുടെ ഈ വികസനം എല്ലാം ആയല്ലോ, ഇനി വേണ്ട എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ താഴേക്ക് പോകണമെന്നാണോ? നമ്മൾ നേടിയ നേട്ടങ്ങൾ നിലനിർത്തുകയും മുന്നോട്ട് പോവുകയുമാണോ വേണ്ടത്? അതല്ല, നമ്മൾ പിന്നോട്ട് പോവുകയാണോ വേണ്ടത്? സാർവദേശീയമായിട്ടുള്ള പല അത്തരത്തിലുള്ള വേദികളിലും അത്തരത്തിലുള്ള ഡിസ്കഷൻസിൽ അത്തരത്തിൽ കോൺഫറൻസുകളിൽ നമ്മുടെ ഇന്ത്യയുടെ മന്ത്രിമാർ തന്നെ രാജ്യത്തിനകത്തും പുറത്തും അവർ പറയാറുള്ളത് കേരള മോഡലിനെ സംബന്ധിച്ചാണ്. ഞാൻ എത്രയോ തവണ ഇത് കേട്ടിട്ടുള്ളതാണ്, ഞാൻ സന്നിഹിതനായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഇന്റർനാഷണൽ കോൺഫറൻസുകൾ അടക്കം നമ്മുടെ മന്ത്രിമാർ, യൂണിയൻ മന്ത്രിമാർ അടക്കം പറയാറുള്ളതും ഉദ്യോഗസ്ഥരടക്കം പറയാറുള്ളതും കേരള മോഡൽ എന്നുള്ള നിലയിൽ നമ്മൾ കേരള മോഡൽ അംഗീകരിക്കുന്നോ ഇല്ലയോ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം നടക്കട്ടെ. പക്ഷെ അപ്പോഴും നാം പല രംഗങ്ങളിലും നേടിയിട്ടുള്ള നേട്ടങ്ങളുണ്ട്. അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ, പൊതുജനാരോഗ്യ രംഗത്തിന്റെ, സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഈ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ഒക്കെ ഉള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ നാം നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ നിന്ന് ഇനിയും മുന്നോട്ടാണ് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ അവിടെ വിഘാതം ഉണ്ടാകരുത്. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായ വിഭവങ്ങൾ നമുക്ക് നൽകേണ്ടത് നൽകണം. നമുക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ അത് അടയ്ക്കരുത്. നമുക്ക് ലഭ്യമാകേണ്ട ഞാൻ ചെറിയ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ മറ്റതിഥികളിലേക്ക് പോകാം. ഒന്ന്, കിഫ്ബി വായ്പയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഔട്ട് ഓഫ് ദ ബജറ്റ് ഈ കടമെടുപ്പ് എന്നത് സർക്കാരിൻ്റെ മൊത്തം കേന്ദ്ര കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവരും. അത് ഭരണഘടനാനുസൃതമായി അങ്ങനെ തന്നെയാണ് ചെയ്യാൻ കഴിയുക എന്നത് കേന്ദ്രത്തിൻ്റെ നിലപാടാണ്. CAG റിപ്പോർട്ടിൽ അതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ നിലപാട് ഇത്തരം കൂടിക്കാഴ്ചയിൽ മാറും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിലേക്ക് വരുന്നതിലെ കേന്ദ്രവിഹിതം കുറയ്ക്കുന്നതിന് അവർ പറയുന്ന ഒരു കാരണമുണ്ട്. മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് ഇത്തരം പദ്ധതികൾ താങ്കൾ പറഞ്ഞതുപോലെ നടപ്പാക്കി വിജയിച്ച ഒരു സംസ്ഥാനമാണ്. ഇങ്ങനെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭരണഘടനാനുസൃതമായ നിയമത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിലാണെങ്കിൽ വിഹിതം നൽകിക്കഴിഞ്ഞു, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്ന് കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, വയനാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഫണ്ട് എന്ത് ചെയ്തു, അതാദ്യം വിനിയോഗിക്കൂ എന്ന ന്യായം പറഞ്ഞുകൊണ്ട്
ഇങ്ങനെ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണന എന്ന് സർക്കാർ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് നിയമപരവും പിന്നെ യുക്തിഭദ്രവുമായ ഒരു വാദം അവർ മുന്നോട്ട് വെക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പാകത്തിലുള്ള ഫലപ്രാപ്തി ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നത് കേവലം ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ ഭാഗമായി മാത്രം നിൽക്കുമോ എന്നാണ് എൻ്റെ ആശങ്ക. എനിക്കൊന്ന് സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശ്രീ എ സമ, താങ്കൾ കേട്ടോ? ഞാൻ കേട്ടു. ഗോവിഷൻ പറഞ്ഞ ചോദ്യം ഞാൻ കേട്ടു. എന്റെ ഓഡിയോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കേൾക്കാമല്ലോ? നമ്മളിപ്പോ ഇതില് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ അത്തരത്തിൽ പങ്കെടുത്തതായിട്ടുള്ള 3 ഓഫീസുകളാണല്ലോ. ഓഫീസ് ഓഫ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ ഇന്ത്യ എന്ന് പറയും, ഓഫീസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഓഫീസ് ഓഫ് ദ ഗവർണർ ഓഫ് കേരള. അവരുടെ ഓഫീസുകളിൽ നിന്ന് അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രസ് റിലീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ല അവർ തന്നെ അനൗപചാരികമായി അത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എങ്കിൽ എന്തൊക്കെയാണ് വർത്തമാനം പറഞ്ഞതെന്ന് നമുക്ക് പറയാം. ഞാനിതിൽ പറഞ്ഞല്ലോ, നമ്മളൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് എന്നുള്ളത് എങ്ങനെയാണ് നടക്കുക. ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗിലാണെങ്കിൽ അവരുടെ ഓഫീസിൽ പോയി കാണുകയും അത് സംബന്ധിച്ചുള്ള റെപ്രസെന്റേഷൻ നൽകുകയും അങ്ങനെ ഡിസ്കഷൻ ഉണ്ടാവുകയും അതിന് മിനിറ്റ്സുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. ഇന്ന് ഇത്തരത്തിൽ അങ്ങനെ ഒരു മീറ്റിംഗ് നമ്മൾ പറയുമല്ലോ, ഇപ്പൊ ഞങ്ങളിപ്പോ ഇതിൽ പങ്കെടുക്കുന്നവർ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട 3 പേരുണ്ട്. എക്രോസ് എ കപ്പ് ഓഫ് ടീ ഞങ്ങളായിരുന്നാലും പലപ്പോഴും ഇരുന്ന് പല കാര്യങ്ങളും അത്തരത്തിൽ സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാവും. ഈ കാര്യങ്ങളിൽ പറയാനുള്ള കാര്യങ്ങൾ അതില് നമ്മളൊരു ലെറ്റ് ഇറ്റ് ബി എ ഹംബിൾ ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ് എന്നാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അതിൽ സന്തോഷിക്കാൻ. പക്ഷെ ഈ ഒരു ചർച്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ നമ്മളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നല്ല. അങ്ങനെയാണ് എങ്കിൽ കേരളം സുപ്രീം കോടതിയിലെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ അത്തരത്തിൽ കേസ് നൽകിയത്, ആ ഹർജി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളും CPIMോട് രാഷ്ട്രീയ വിയോജിപ്പുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയിലേക്ക് നിരനിരയായി വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം യൂണിയൻ ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. അത് സാമ്പത്തികമായ വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭരണപരമായ വിഷയങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ തുടരെയുള്ള ചർച്ചകളിലേ നടക്കുകയുള്ളൂ. ഇപ്പൊ കേരളത്തിന് നൽകി എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നതും എന്നാൽ അങ്ങനെ ലഭിച്ചിട്ടില്ല എന്ന് കേരളത്തിന്റെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ തന്നെ അവർ പറഞ്ഞത് ഇപ്പൊ നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ചർച്ചകളിൽ കൂടിയല്ലേ ഇത് പരിഹരിക്കാനായി. ശരി. എനിവേ, താങ്കൾ പറഞ്ഞതുപോലെ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് ജെസ്റ്റർ. അങ്ങനെ നമുക്ക് എടുക്കാം. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ കേന്ദ്രം സംസ്ഥാനത്തിന് മേൽ വലിയ ഒരു സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്ന് കേരളം പറഞ്ഞപ്പോൾ അതിൽ ഭാഗികമായ ശരിയുണ്ടെന്നും എന്നാൽ കേരളത്തിന്റെ ധനകാര്യ കെടുകാര്യസ്ഥത, ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നതുമാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നിങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് പല പദ്ധതികളുടെ കാര്യത്തിൽ. ഇപ്പോൾ വയനാട് പുനരധിവാസ പദ്ധതിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കേന്ദ്രം അർഹിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടല്ലോ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര ധനമന്ത്രിയെ കേരള ഹൗസിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിക്കുക, ആ ക്ഷണം സ്വീകരിച്ചെത്തി അവിടെ ഒരു ഓവർ എ കപ്പ് ഓഫ് ടീ അവരിരുന്ന് സംസാരിക്കുക, അതിലൂടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിൽ ഉദ്യോഗസ്ഥർ ആ കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് അവർ പറയുക, അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറയുക. ഇതൊക്കെ ഏറ്റവും പോസിറ്റീവായ ജസ്റ്റേഴ്സ് അല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് KC വേണുഗോപാലിനെ പോലൊരാൾ ട്രംപും മോഡിയും നടത്തിയ കൂടിക്കാഴ്ചയായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് പരിഹസിച്ചത്? ശ്രീ ഗോപികൃഷ്ണൻ, ബഹുമാന്യായ ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ചർച്ചകളൊക്കെ ഇവർ നടത്തിയിട്ടും കേരളത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഇന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും അതോടൊപ്പം കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയും തമ്മിലുള്ള ആ ചർച്ചക്കകത്ത് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊരു ഔദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ചയാണോ എന്ന് പോലും ഇതുവരെ ആർക്കും ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു യോഗം, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ സംവിധാനത്തിൽ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ യാത്ര നടത്തുന്നത്. അങ്ങനെ ഒരു യാത്ര നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ അത് ഔദ്യോഗികമല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനകത്ത് നടന്ന ചർച്ചകൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. പറയുന്ന പല കാര്യങ്ങളും ചർച്ചയാണെന്ന് പറയാത്തതിന് കാരണം അത് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോർമൽ സ്വഭാവമുള്ള ഔപചാരിക സ്വഭാവമുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല.
ഇറ്റ് വാസ് ലൈക്ക് എ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. രാവിലെ പ്രാതൽ കഴിച്ച് മുഖ്യമന്ത്രിയോട് കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഉണ്ടായ ഒരു സംഭാഷണം എന്ന നിലയിലാണ്. അതിനൊരു ഫോർമൽ നേച്ചർ ഇല്ല, അതൊരു ഇൻഫോർമൽ നേച്ചറാണ്. പക്ഷേ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് വർ ഡിസ്കസ്ഡ്. പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കേരളം അറിയിക്കാനുള്ളത് അറിയിച്ചു എന്ന് പറയുന്നതിൽ എവിടെയാ അപാകതയോ തെറ്റോ ഉള്ളത്? അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരം വിഷയങ്ങൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് സത്യമാണല്ലോ. ഞങ്ങൾ പ്രതിപക്ഷ എന്ന നിലയിൽ അത് ശക്തമായി ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തായാലും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിട്ട ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ പോലും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ കേരളത്തെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു മിസ്മാനേജ്മെൻറ്റ് കേരളത്തിലുണ്ട് എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയും അതോടൊപ്പം തന്നെ ഭരിക്കുന്ന സർക്കാർ ഈ നാടിനോട് കാണിക്കുന്ന സാമ്പത്തിക രംഗത്ത് അവർ പുലർത്തുന്ന അവരുടെ നിസ്സംഗതയും ഉൾപ്പെടെ കേരളത്തിനകത്ത് വലിയ പ്രതിസന്ധിയുണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായും രണ്ടുപേരെയും വിമർശിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏതായാലും ഇത്തരം ഒരു യോഗം നടന്നു. ബഹുമാന്യനായ ശ്രീ KC സൂചിപ്പിച്ചതുപോലെ തന്നെ യോഗം നടന്നിട്ടുണ്ട്. അത് ട്രംപും മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച പോലെ ആവരുത് എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മീറ്റിംഗായി അത് മാറട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ, ഇതിപ്പോൾ അനൗദ്യോഗികമായി നടന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആരോപണം, SFIOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രൂപത്തിലുള്ള അന്വേഷണം നടക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പാണല്ലോ. തീർച്ചയായും അത്തരം വിഷയങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് KV തോമസിനെ പോലെ ഒരു ഇടനിലക്കാരനുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും അത്തരം മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇടനിലക്കാരനായി താങ്കൾ അവതരിപ്പിക്കാൻ കാരണം അദ്ദേഹം കേരളത്തിന്റെ ആവശ്യങ്ങൾ അവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ്. അദ്ദേഹത്തെ താങ്കൾ ഒരു ഇടനിലക്കാരനായി അവതരിപ്പിക്കാനുള്ള കാരണം ഒരു മാന്യമായ പദപ്രയോഗമായിട്ടല്ല ഇടനിലക്കാരൻ എന്ന് താങ്കൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ ടേക്ക് ഇറ്റ് ദാറ്റ് വേ. ശ്രീ ഗോപികൃഷ്ണൻ, KV തോമസിനൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അയാൾക്കൊന്നും ഒരു രാഷ്ട്രീയ എത്തിക്സും ഇല്ല. മാത്രമല്ല അയാൾ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ അയാൾക്ക് പണം വാങ്ങുന്നതിന് ഉളുപ്പില്ലെങ്കിലും ഇത് കൊടുക്കുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്കെങ്കിലും അല്പം ഉളുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ വക്താവായിട്ടുള്ള ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അത്തരത്തിലൊരാൾ ഈ കേരളത്തിനകത്ത് അവിടെ ഡൽഹിയിൽ പോയി കുത്തിയിരുന്ന് ഒരു ചുക്കും ചുണ്ണാമ്പിനും കൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുക എന്നല്ലാതെ കേരളത്തിനകത്ത് ഗുണകരമായി എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത്ര കാലമായിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് കേരളത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് KV തോമസ് ഇടപെട്ടുകൊണ്ട് ഇന്ന കാര്യം നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ പാർട്ടി മാറി അവിടെ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയും അത് പുട്ടടിക്കുന്നതിന് വേണ്ടി ഒരു പദവി കൊടുത്തു എന്നുള്ളതാണ്. അതിനപ്പുറം KV തോമസിനെ കൊണ്ട് ഒരു കാര്യവും കേരളത്തിനില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടും വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ കേന്ദ്രത്തിലെ ഏജൻസി വരാതിരിക്കാൻ, അതിനെ തടയിടാൻ, അതിനെ മറയാക്കാൻ ഒരാൾ വേണം. പ്രത്യേകിച്ച് ആ ഒരു ബന്ധം BJP നേതാക്കന്മാരുമൊക്കെയായി ബന്ധം സൂക്ഷിക്കുന്ന KV തോമസ് അവിടെ ഉണ്ടാകുമ്പോൾ തൻ്റെ കാര്യങ്ങൾ വളരെ കുശാലായി നടന്നുകൊള്ളൂ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ KV തോമസിനെ അവിടെ ആക്കിയത്. എല്ലാവരും KV തോമസിനെ കൊണ്ട് എന്ത് ഗുണമാണ് കേരളത്തിനുള്ളത്, ഈ ജനങ്ങൾക്കുള്ളത്? എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? പിന്നെ അയാൾ ഇടനിലക്കാരനല്ലാതെ വേറെ എന്താ വിളിക്കാൻ? അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം താങ്കളുടെ അഭിപ്രായം ഏതായാലും ഞാനിതാ വരുന്നു. ഞാൻ BJP പ്രതിനിധി ശ്രീ K. സോമനിലേക്ക് ഭരണവും സമരവും എന്നതാണ് കേരളത്തിൽ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ. അപ്പോൾ ഭരണത്തിലിരിക്കുകയും എന്നാൽ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക, കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ വന്ന് സമരം ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. താങ്കൾക്കറിയാം, ഇവിടെ ഗവർണറുമായി ഉണ്ടായ ഏറ്റുമുട്ടലുകളും നമുക്കറിയാം. ഗവർണറെ കേന്ദ്രത്തിൻ്റെ ഒരു ഏജന്റായി ഉപയോഗിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ എന്നതായിരുന്നു അക്കാലത്ത് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇന്നിപ്പോൾ ഗവർണറായി എത്തിയ ശ്രീ അർലേക്കറിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നേരത്തെ തന്നെയുള്ള ഒരു രാഷ്ട്രീയ ആരോപണമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒത്തുതീർപ്പടക്കമുള്ള കാര്യങ്ങളിൽ BJPയുമായി ഒരു ബാന്ധവം, ഒരു മധ്യസ്ഥന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു വിമർശനത്തിന് ഇത്തരം കൂടിക്കാഴ്ച ഇടയാക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു ശ്രീ K. സോമൻ? എന്ത് ഫലമാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കാനുള്ളത്? ശ്രീ ഗോപികൃഷ്ണൻ, ഇന്ന് നടന്നിട്ടുള്ള ഈ ചർച്ച അത് അനൗപചാരികമായിട്ടുള്ള ചർച്ചയാണ് എന്ന നിലയിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്.
ഔപചാരികമായിട്ടുള്ള ഒരു സ്വഭാവം അതിനില്ല എന്നുള്ളത് ഒരു ബോധ്യവുമാണ് നമുക്ക്. ഞാൻ കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗവർണറെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഒരു സൗഹാർദ്ദ വികസന സമീപനം, അതിന് ഇന്നത്തെ ഈ ചർച്ച അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച വഴി തുറക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത്. ശ്രീ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സമരവും ഭരണവും ഒരുമിച്ച് നടക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ ശൈലി, അത് ഒരു വശത്ത് നടക്കട്ടെ. ധാരാളം സമരങ്ങൾ കേരളം കണ്ടതാണ്. ഡൽഹിയിൽ പോയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സമരം നടത്തുന്നത് മാത്രമല്ല, ബഹുമാനപ്പെട്ട കോടതിയെ പല ആവശ്യങ്ങൾ പറഞ്ഞ് സമീപിക്കുകയും ആ കോടതിയിലെ സമീപനത്തിൻ്റെ സാഹചര്യം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ഈ സന്ദർഭത്തിലും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിനെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീമതി കെ സി വേണുഗോപാലിൻ്റെ അബദ്ധജടിലമായിട്ടുള്ള ഒരു സമീപനം, അത് ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തൻ്റെ കൊതുകിന് കൗതുകം എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ്. നമ്മുടെ ഇന്നുണ്ടായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ചിറ്റമ്മ നയമുണ്ടെന്ന് പറയുകയാണ്. ഇത് തന്നെ ഇടതുപക്ഷവും പറയുകയാണ്. ഇക്കാര്യത്തിൽ ഇവർ ഒരുമിച്ച് ഒരു ആഖ്യാനം ചമച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അത് തുടർന്നു പറയുകയാണ്, അത് ആവർത്തിക്കുകയാണ്. പക്ഷേ എന്താണ് വസ്തുതയെന്ന് നോക്കിയാൽ UPA ഭരണകാലത്തിൻ്റെയും മോദി ഭരണകാലത്തിൻ്റെയും സമീപനം എന്താണെന്ന് നോക്കിയാൽ കേരളത്തോട് ഏത് രംഗത്താണ് ചിറ്റമ്മ നയം സ്വീകരിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇടതുപക്ഷത്തിനു കൂടി പങ്കാളിത്തമുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നൽകാത്ത സഹായം വിവിധ മേഖലകളിൽ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട്, മോദി സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാലും റെയിൽവേ രംഗത്താണെങ്കിലും തീരദേശവുമായി ബന്ധപ്പെട്ട മേഖലകളാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ഒരു വ്യത്യാസവുമില്ലാത്ത പരിഗണന കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യങ്ങൾ കൂടുതലാണ്. നമ്മളൊരു മികച്ച മുന്നേറ്റം നടത്തിയിട്ടുള്ള സാമൂഹ്യ പുരോഗതി നേടിയ സംസ്ഥാനമാണ്. നമുക്ക് കൂടുതൽ ആവശ്യങ്ങൾ അനിവാര്യമാണ്, ആവശ്യമാണ്. ഇപ്പൊ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിധിയിലാണല്ലോ. വായ്പാ പരിധി ഉയർത്തിക്കൊണ്ടുവരണം. അത് 3% നിന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലാണല്ലോ ശ്രീ ഗോപികൃഷ്ണൻ 3.5% ഉയർത്തിക്കൊണ്ട് വന്നത്. അതുപോലെ വീണ്ടും വേണമെന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച സമയത്ത് അത് ഭരണഘടനാ വിഷയമാണ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ആ സമീപനത്തിൽ സുപ്രീം കോടതി അന്തിമമായ തീരുമാനമെടുക്കട്ടെ. ഇന്നത്തെ ചർച്ച നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സൗഹാർദ്ദമായിട്ടുള്ള വികസന രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തുടക്കം കുറിക്കുന്ന തരത്തിലാകണമെന്ന് BJP ആഗ്രഹിക്കുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട ഗവർണർ വ്യത്യസ്തമായ ഒരു ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണന്റെ ചോദ്യത്തിൽ കഴിഞ്ഞ ഗവർണറെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. കഴിഞ്ഞ ഗവർണറും ഈ നിലയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷെ നമുക്കറിയാം, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തെ അപമാനിക്കാനും അദ്ദേഹത്തെ ആക്രമിക്കാനും ഉള്ള ശ്രമമുണ്ടായ സമയത്ത് ആ ഒരു സൗഹാർദ്ദം നഷ്ടപ്പെടുകയും പരസ്പര വൈരത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. എന്നാൽ പുതിയതായി വന്ന ഗവർണർ വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട സമ്പത്ത് സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. MP-മാരെ ഒരു ഗവർണർ ഒരുമിച്ച് വിളിച്ച് ഒരു വിരുന്നു നൽകി നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് പഠിക്കാനും അതും മനസ്സിലാക്കാനും നടത്തിയിട്ടുള്ള ശ്രമം ഇദം പ്രഥമമാണ്. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിക്കൊപ്പം പോയിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന ആവശ്യങ്ങൾ, കൂടുതൽ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനത്തെ നമ്മൾ തീർച്ചയായും അല്ല ശരി കെ സോമൻ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് ഏത് കാര്യമാകട്ടെ, ഇപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ്, ഒറ്റ സെക്കൻഡ്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം, കേരളത്തിന്റെ വായ്പാ പരിധി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം, മുണ്ടക്കൈ ചുരൽമല വായ്പാ വിനിയോഗ കാലാവധി നീട്ടണം എന്നത്, എയിംസ് എന്ന ദീർഘകാലമായിട്ടുള്ള കേരളത്തിന്റെ ആവശ്യം, ഈ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലെ ആവശ്യം, വയനാട് ദുരന്ത നിവാരണത്തിന് വേണ്ടി 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് വേണമെന്ന ആവശ്യം, ഇങ്ങനെ തുടങ്ങി കേരളം ഈ സമീപകാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പിന്തുണയും സഹായവും സഹകരണവും സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളിലും അത് നൽകാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് പാർലമെന്റിനകത്തും പുറത്തും നേതാക്കളും മന്ത്രിമാരും ആവർത്തിച്ച് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇത് ഒരു പുതിയ രാഷ്ട്രീയ സമീപനത്തിന്റെ തുടക്കമെന്ന നിലയിലും
ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗം എന്ന നിലയിലുമൊക്കെ പരിഗണിക്കാൻ കഴിയും. അങ്ങനെ വേണമെങ്കിൽ ഇതിന് അനുകൂലമായ ഒരു സമീപനം കേരളത്തിന് ഫലത്തിൽ പ്രായോഗിക തലത്തിൽ കേരളത്തിന് അനുഭവമായി വരണം. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞ ന്യായങ്ങളൊക്കെ തെറ്റാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയാൻ പോവുകയാണ്. അതിന് ആ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സൗഹൃദ സംഭാഷണമാണെന്ന് പറയുമ്പോഴും ഒരു കൂടിക്കാഴ്ച നടന്നു പ്രശ്നങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഇത് ഫലപ്രാപ്തിയിൽ എത്തുന്നത് എപ്പോൾ എങ്ങനെ എന്നതിൽ സംശയം ഇപ്പോഴും കടുത്തു നിൽക്കുന്നത്. ശ്രീ ഗോപികൃഷ്ണൻ, 2024 നവംബർ മാസം 2-ാം തീയതി 535 കോടി രൂപ വയനാടുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കത്തുകൊടുത്തു. കേന്ദ്ര സർക്കാർ 529 കോടി രൂപ അനുവദിച്ചു. വായ്പയായി മാർച്ച് 31 മുമ്പ് വായ്പ എന്ന് പറയാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ഈ മാസം 27-ാം തീയതി വയനാട്ടിലെ ടൗൺഷിപ്പിന് ഇടുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമാണ്. അല്ല ശ്രീ കെ സോമനാഥൻ, 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് കേരളം ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയത് 529.5 കോടി രൂപയുടെ വായ്പയാണ്. വായ്പ, ലോൺ. അത് ദീർഘകാലത്തേക്ക് പലിശരഹിതമായ വായ്പ കൊടുത്തു എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവർ ആവശ്യപ്പെട്ടതാണ്. 535 കോടി രൂപ ചോദിച്ചു, 529.5 കോടി രൂപ കൊടുത്തു, പലിശരഹിത വായ്പയായി കൊടുത്തു, അതിനൊരു കാലാവധി നിശ്ചയിച്ചു. വായ്പയല്ല ചോദിച്ചത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് സാറേ, 700 കോടി രൂപ പാവപ്പെട്ടവന്റെ കുടുക്ക പൊട്ടിച്ച്, ഞാൻ രാഷ്ട്രീയം പറയണ്ട, ഇത് മറ്റു തരത്തിലേക്ക് ചർച്ച പോകരുത് എന്ന കരുതലോടെ ഞാൻ വർത്തമാനം പറയുമ്പോൾ അങ്ങ് വായ്പയല്ല ചോദിച്ചതെന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരന്റെ കയ്യിലെ പൈസ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയത് 700-ലധികം കോടി രൂപ കയ്യിലില്ലേ എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചില്ലേ? അതിൽ 75% നിങ്ങൾ ചെലവഴിച്ച് തിരികെ വരൂ, ബാക്കി കാര്യം ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ സമീപനം? എന്താണ്? വയനാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തോ? അത് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭയിലടക്കം ചർച്ച വന്നപ്പോ സംസ്ഥാന സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? അവിടെ പാവപ്പെട്ടവന് വാടക കൊടുക്കാൻ കഴിയുന്നുണ്ടോ സംസ്ഥാന സർക്കാരിന്? 6000 രൂപയ്ക്ക് സമ്പത്ത് സാറേ ഒരു കുടുംബത്തിന് താമസിക്കാൻ സാധിക്കുന്ന വാടക വീട് വയനാട്ടിൽ എവിടെയാണ് കിട്ടുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ്. സംസ്ഥാനത്തിന്റെ ധനവിനിയോഗത്തിലെ ദുർച്ചെലവുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് നിന്നുണ്ടോ? നമ്മൾ ഈ ആശാ വർക്കർമാരുടെ സമരം ഇവിടെ നടക്കുന്ന സന്ദർഭത്തിലാണല്ലോ സമരവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് ഗോപികൃഷ്ണ അങ്ങ് പറയുന്നത്. നോക്കൂ, ഇപ്പോഴും സാമ്പത്തിക രംഗത്ത് കെടുകാര്യസ്ഥതയും ദുർച്ചെലവും ധൂർത്തും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരിൽ എത്ര CPM മുഖ്യമന്ത്രിമാരാണ് ഇങ്ങനെ അംഗരക്ഷകരുടെ അതീവ സുരക്ഷാ വലയത്തിൽ കേരളത്തിൽ സഞ്ചരിച്ചിട്ടുള്ളത്? സമ്പത്ത് സാറേ, എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് അത്രയും വലിയ ഭീഷണി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടോ? അതുകൊണ്ട് മുണ്ടുമുറുക്കി ഉടുക്കണമെന്ന് പാവപ്പെട്ടവനോട് പറയുകയും ഇപ്പോൾ അവസാനിച്ച കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം വലിയ നികുതി രാജ് കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ പോക്കറ്റ് കൈയിട്ട് വാരുകയും ചെയ്യുമ്പോൾ ദുർച്ചെലവ് ഒഴിവാക്കാൻ, അഴിമതി ഇല്ലാതാക്കാൻ, സാമ്പത്തിക കെടുകാര്യസ്ഥത ഇല്ലാതാക്കാൻ ഒരു ശ്രമവും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. അതുകൂടി ഉണ്ടായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ സഹായം പിടിച്ചു വാങ്ങാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി ഒരു സൗഹാർദ്ദ രാഷ്ട്രീയത്തിന്റെ സന്ദർഭമായി ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയും മറ്റും മാറട്ടെ എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. ശരി. ഞാൻ ഏതായാലും ഈ ചർച്ചയിൽ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ടോ എന്ന് നോക്കാം. ശ്രീ എ സമ്പത്തിന് എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടാകും. കാരണം അതിനകത്തെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നതുകൊണ്ട്. ശ്രീ എ സമ്പത്ത്, നമ്മൾ നേരിടുന്ന ഇപ്പോൾ നമ്മുടെ പല വികസന പദ്ധതികളും ഇപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതായത് അടിസ്ഥാന സൗകര്യ വികസനം, പ്രത്യേകിച്ച് റെയിൽ റോഡ് പോലുള്ള വികസനത്തിന്റെ കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ വികസന പദ്ധതികൾ പലതും, നമ്മുടെ പദ്ധതി വിഹിതം പലതും ഒഴിവാക്കേണ്ടി വരുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഉള്ള ശരിയായ സാമ്പത്തിക സഹായം കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ തുടർന്നാണ് എന്ന് നിരന്തരം സർക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രീ കെ സോമൻ പറയുന്നത് പഴയ അതേ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതായത് ധനകാര്യ മിസ്മാനേജ്മെന്റ് കേരളത്തിലെ സർക്കാരിൻ്റെ ധൂർത്താണ്, ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ്
യഥാർത്ഥത്തിൽ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാതലായ കാരണം എന്നതാണ്. കേന്ദ്രത്തിൻ്റെ ആ നിലപാടിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ വായ്പാ പരിധി കൂട്ടണമെന്നതടക്കമുള്ള നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു കേന്ദ്രത്തെ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? ഞാനൊരു 4 മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. പറഞ്ഞോളൂ താങ്കളുടെ ഭാഗം. ഒന്നാമത്തെ ഞാനൊരു നമ്മളൊരു രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു നമ്മുടെ ഈ ഒരു വർത്തമാനത്തില് അതിപ്പോ ഗോപീഷിന്റെ ഈ ഇന്നത്തേത് നമ്മൾ അത്തരത്തിലുള്ള കാര്യത്തിൻ്റെതല്ല, എങ്കിലും സാമ്പത്തികമായ നയങ്ങൾ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായതുകൊണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് യൂണിയൻ ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രി കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണത്തിന് ഗവർണറോടൊപ്പം കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയോടൊപ്പം അത്തരത്തിൽ കൂടി എന്നുള്ളത്. അപ്പൊ അതൊരു മഹാ അപരാധമായി ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ കാണുന്നുവെങ്കിൽ എനിക്ക് അവരോട് മറ്റൊന്നും പറയാനില്ല. ഞാനിപ്പോ സൂമിലാണ് കയറിയിട്ടുള്ളതെങ്കിലും ഇതൊരു ചിത്രമാണ്. കാണാമല്ലോ ഈ ചിത്രം. കാണാം. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരള ഹൗസിൽ വന്ന് കാണുന്നതാണ്. തീയതി കൂടി പറഞ്ഞു തരാം. ഞാൻ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ആയിരിക്കുന്ന വേളയിൽ 2019 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് അത് ശ്രീ പിണറായി വിജയനോടൊപ്പം അദ്ദേഹം കേരള ഹൗസിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും വർത്തമാനം പറയുകയും ചെയ്തിരുന്നു. എന്തായിരുന്നു അവർ തമ്മിൽ വർത്തമാനം പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ച് വാർത്താക്കുറിപ്പുകളായി രണ്ടുപേരുടെ ഓഫീസിൽ നിന്നും, അല്ല ഞാൻ പ്രത്യേക പ്രതിനിധിയായിരിക്കും എന്റെ ഓഫീസിൽ നിന്നും അങ്ങനെ ഒരു കാര്യത്തിന്റെ നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഡൽഹിയിൽ വന്ന് അദ്ദേഹത്തിന് കേരള ഹൗസിൽ വന്ന് കണ്ടത് എന്തിനാണെന്നും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചത് ചായ കുടിച്ചത് എന്തിനാണ് എന്നും കോൺഗ്രസിന്റെ നേതാക്കളോ BJP നേതാക്കളോ അല്ല മാധ്യമ പ്രവർത്തകരോ ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഇനി മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഗവർണർ, കേരളത്തിലെ MP-മാര് അത്തരത്തിൽ അവിടെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയും ക്യാബിനറ്റ് റാങ്കിൽ പ്രവർത്തിക്കുന്നത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കാര്യം. നമുക്ക് പല കാര്യങ്ങളിലും ആക്ഷേപിക്കാം അത്തരം കാര്യങ്ങളിൽ. ഇപ്പോൾ അത് ആന്ധ്രാപ്രദേശിന് അല്ലെങ്കിൽ തെലങ്കാനയ്ക്ക് അല്ലെങ്കിൽ കർണാടകത്തിന് അല്ലെങ്കിൽ തമിഴ്നാട്ടിന് അല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തന്നെ പല സംസ്ഥാനങ്ങൾക്കും 1 അല്ല 2 അല്ല, ചില സംസ്ഥാനങ്ങൾക്ക് 4 പ്രത്യേക പ്രതിനിധികൾ വരെ പ്രവർത്തിക്കുകയും അത്തരം കാര്യങ്ങൾ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അവർ മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അവർ അറിയിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ആ ക്രയവിക്രയങ്ങൾ അത്തരത്തിലുള്ളത് എഴുത്തുകാർ ആ പറയുന്ന രേഖാമൂലവും അല്ലാതെയുമുള്ള അറിയിപ്പുകൾ നൽകുന്നതും ഈ ആശയവിനിമയം നടത്തുന്നതും. നമ്മുടേതായിട്ടുള്ള അംബാസഡർമാർ അത്തരത്തിൽ നമ്മുടെ ഹൈക്കമ്മീഷണർമാർ രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ അവർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ വിളിച്ചു പറയലല്ല, ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കുമാണ് അവർ അറിയിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് സാമാന്യ ബോധമില്ലാത്തത് കൊണ്ടല്ല, രാഷ്ട്രീയമായ തിമിരം ബാധിച്ചത് കൊണ്ടാണ് ചില നേതാക്കൾ അങ്ങനെ പറയുന്നത്. ഞാൻ ആ ഒരു കാര്യത്തിൽ അവർ പറഞ്ഞത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാനായി ആഗ്രഹിച്ചത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഇക്കാര്യത്തിൽ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് സോമൻ ചില കാര്യങ്ങൾ പറഞ്ഞു. നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഒപ്പം അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലിന്റെ 25% തുക കൊടുക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനം കേരളമല്ലാതെ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് പറയണം. കേരളത്തിന് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുക അനുവദിച്ചു എന്ന് പറയുമ്പോഴും ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ലാഭം അതിന്റെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റും അതിൽ നിന്ന് ലഭിക്കുന്നതായ റവന്യൂവും ആ പ്രൊപ്പോർഷൻ ഒന്ന് നോക്കിയാൽ മതി. റെയിൽവേയുടെ തന്നെ റിപ്പോർട്ടിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ദക്ഷിണ റെയിൽവേയുടെ സദേൺ റെയിൽവേയിലെ 12 സ്റ്റേഷനുകൾ ഈ കേരളത്തിലാണ് എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. ഇവിടെ നവീകരണം നടക്കുന്ന നിങ്ങൾക്ക് പണം തന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്നതും പണമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മറന്നു പോകരുത്. നികുതിയായി പിരിക്കുമ്പോൾ GST കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിൽ തനതായി നികുതി പിരിക്കുന്നതിനായിട്ടുള്ള സ്രോതസ്സുകൾ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അത് പ്രകൃതി ദുരന്തം അതിന് ഇന്ത്യ ഗവൺമെന്റ് പണം തരുന്നത് വായ്പയായി നൽകുക, മാർച്ച് 31-നകം നിങ്ങൾ ചെലവഴിച്ചോളുക എന്ന് പറയുന്ന ഒരു നിലയിലേക്കും, ഉത്തരാഖണ്ഡിന് സംഭവിച്ചാൽ UPക്ക് സംഭവിച്ചാൽ അല്ല ഗുജറാത്തിന് സംഭവിച്ചാൽ അതല്ല പശ്ചിമ ബംഗാളിന് സംഭവിച്ചാൽ തെലങ്കാനയ്ക്ക് സംഭവിച്ചാൽ അതല്ല ആന്ധ്രാപ്രദേശിന് സംഭവിച്ചാൽ അതല്ല ബീഹാറിന് സംഭവിച്ചാൽ അവിടെ ഒന്നും ഇത് വായ്പയല്ല. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലീഫിന്, റീഹാബിലിറ്റേഷന്, റീകൺസ്ട്രക്ഷന് ഒക്കെയായി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ളത്. നമുക്കുണ്ടായ ദുരന്തം എന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ കണ്ടിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. അവരെ ചേർത്ത് പിടിക്കുകയും അവരെ സംരക്ഷിക്കുകയും അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെന്റിൽ നമ്മൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് CPIM-നെ അത് വളഞ്ഞിട്ട് ആക്രമിച്ചോളൂ, കുഴപ്പമില്ല. അതൊരു പുതിയ കാര്യമല്ല, പണ്ടും തുടങ്ങിയതാണ്, ഈ ജനിച്ചപ്പോൾ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കുക, കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ വിമർശനങ്ങൾ അതും ആയിക്കോളൂ. പക്ഷെ നമ്മുടെ മാതൃഭൂമിയെ
കേരളത്തെ അങ്ങനെ വളരെ കൊച്ചാക്കി കാണിക്കുകയും കേരളത്തിന്റെ തന്നെ മൂക്കുമുറിച്ച് ശകനം മുടക്കിയാവുന്നത് പോലെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ദയവായി ആരും പോകരുത്. നമ്മുടെ കേരള സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന ആളല്ലെങ്കിലും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ഇത്തരം കാര്യത്തിൽ ഒരു നടപടിയെടുത്തത്, അദ്ദേഹം ആ കാര്യത്തിൽ ഈ ഇടപെടൽ നടത്തുന്നത് ഒക്കെ നല്ല കാര്യത്തെ നല്ല കാര്യമെന്ന് തന്നെയാണ് പറയേണ്ടത്, അല്ലാതെ അത് മോശപ്പെട്ട കാര്യമെന്നല്ല പറയേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ച് ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലൊരു കാര്യം നേരത്തെ ശ്രീ ജോർജ് ജോസഫും പറഞ്ഞു, നമ്മൾ എത്തപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു നിലയുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ നിന്ന് നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. അത് നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോ ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു കുടുംബം പോലും ഭവനരഹിതരായി അവശേഷിക്കരുത് എന്നുള്ളത്. അങ്ങനെയാണ് ലൈഫ് മിഷനിൽ ഇത്തരം കാര്യങ്ങളിൽ ഭവനങ്ങൾ നിർമ്മിക്കുന്നതും നൽകുന്നതുമായി ബന്ധപ്പെട്ട് 4 ലക്ഷം രൂപ നൽകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് നിങ്ങൾ നിർമ്മിച്ചതിന് ശേഷം ബാക്കി ഞങ്ങൾ സർക്കാർ തരാം എന്നാണോ സർക്കാർ പറയുന്നത്? നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നൽകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചെല്ലാം തീർന്നതിന് ശേഷം നൽകാമെന്നാണോ പറയുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഞാൻ അഭിഭാഷകനാണ്. അഭിഭാഷകനാണെങ്കിലും അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു പുതിയ ഹൈക്കോടതി മന്ദിരവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് അല്ല ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് അത്തരം കാര്യത്തിൽ ഇവിടെ ഈ പുതുതായി അത്തരത്തിൽ പണം നൽകേണ്ടതുണ്ടെങ്കിൽ നൽകപ്പെടണമല്ലോ. ഇത് ഉപയോഗിച്ച് തീർത്തതിന് ശേഷം എന്നുള്ള നിലയിലല്ലല്ലോ. ഈ നേരത്തെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ആ എക്സ്പെൻഡിച്ചറിന്റെ ബില്ല് വരുന്ന മുറയ്ക്ക് അത് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതാണല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചങ്ങാതിമാരടക്കം അവരുടെ കുടുംബാംഗങ്ങളടക്കം അത്തരത്തിൽ നൽകുന്നതാണല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ഒരു കാര്യവുമാണല്ലോ. അപ്പൊ ഇവിടെ ഈ ഞാൻ നിർത്തുന്നതിനും 1977 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വരുന്നു. അധികാര കുത്തക കോൺഗ്രസിന്റേത് അവസാനിക്കുന്നു. VMSന്റെ ഭാഷയിൽ പറഞ്ഞത് അന്ന് റെയിൽവേ വകുപ്പ് മന്ത്രി മധു ദന്തവതയാണ്. കേരളത്തിൽ നിന്ന് മൊറാർജി ദേശായിയുടെ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ലോക്സഭാ അംഗം പോലും ഉണ്ടായിരുന്നില്ല, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. 20 ലോക്സഭാ അംഗങ്ങളും അവർക്കെതിരായിട്ടുള്ള കോൺഗ്രസ് മുന്നണിയിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷേ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ ആദ്യമായി നടാടെ നടക്കുന്നത് അന്ന് മുൻ എംപിമാരും ചില മുൻ MLA-മാരും അടക്കമുള്ളവർ ഇവിടെ നിന്ന് അവർ ചെന്നൈയിൽ ചെന്ന്, അന്ന് മദ്രാസാണ്, ആവി വണ്ടിയിൽ അവിടം വരെ പോയി, അവിടെ നിന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൽ ഡൽഹിയിലേക്ക് പോയി അന്ന് യൂണിയൻ മന്ത്രിയായിരുന്ന ശ്രീ അരങ്ങൽ ശ്രീധരന്റെ കൂടി സേവനം പ്രയോജനപ്പെടുത്തി മധു ദന്തവതയാണ് ആദ്യമായി കേരളത്തിന് അത്തരത്തിലുള്ള നമുക്ക് നമ്മളോട് നീതി പുലർത്തി താങ്കളെ ചരിത്രത്തിൽ നിന്ന് ആ ഭാഗം കൂടി പറഞ്ഞ നന്നായി ശ്രീ സമ്പത്ത്. ശരി, ശ്രീ ജോർജ് ജോസഫ്, കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഇരട്ട മനോഭാവം അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരേ സമയം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വ്യവസായ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നിരവധിയായിട്ടുള്ള വിലയിരുത്തൽ സൂചകങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത്. അതായത് രാജ്യത്തിന് തന്നെ കേരളത്തിനകത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കേണ്ടി വന്നു എന്നൊരു അവകാശവാദം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. പക്ഷേ പല സന്ദർഭങ്ങളിലും കേന്ദ്രത്തെ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ കുറ്റപ്പെടുത്തുമ്പോൾ കേന്ദ്രം ഒരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന ഒരു വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം അത് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മൂവായിട്ടാണല്ലോ ഉണ്ടാകേണ്ടത്. അവിടെ കോൺഗ്രസിന് ഉന്നയിക്കാനുള്ള ആക്ഷേപം ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നതാണ്. കേരളത്തിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത് എന്ന വിമർശനം താങ്കൾ അംഗീകരിക്കും? ഗോപീഷൻ, നമ്മൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇത് എപ്പോഴും നമ്മൾ പറയും കേരളമാണ് ഇങ്ങനെ വിമർശിക്കുന്നത്, കേരളമാണ് ഇത് ഉന്നയിക്കുന്നത്, കേരളം കേന്ദ്രത്തെ എതിർക്കുന്നു എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല ഗോപീഷൻ, ഇത് പൊതുവായി പല സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ്. പ്രത്യേകിച്ച് BJP ഇതര സംസ്ഥാനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഒരു ചില ഉദാഹരണങ്ങൾ ഞാൻ ചില കണക്കുകൾ സഹിതം പറയാം. അതായത് 14-ാം ധനകാര്യ കമ്മീഷൻ രാജ്യത്തെ നികുതി വരുമാനത്തിൻ്റെ 42% സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. അതായത് 100 രൂപ നികുതി വരുമാനം കിട്ടുമ്പോൾ 42 രൂപ 28 സംസ്ഥാനങ്ങൾക്കും 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി വീതിക്കപ്പെടുന്നു. അത് 15-ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ച ആവശ്യം 50% അത് ഉയർത്തണം എന്നായിരുന്നു. അതായത് 50% സംസ്ഥാനങ്ങൾക്കും 50% കേന്ദ്രത്തിനും. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, 14-ാം ധനകാര്യ കമ്മീഷൻ 42% കൊടുത്തിരുന്നത്
41% കുറയ്ക്കുകയും ചെയ്തു. ഈ 1% കുറയുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് വീതിക്കേണ്ട തുക കുറഞ്ഞു പോകുന്നത്. അത് കേരളത്തിനും അതിൻ്റേതായ നഷ്ടം സംഭവിക്കും, ഓരോ സംസ്ഥാനത്തിനും ആ നഷ്ടം സംഭവിക്കും. പക്ഷേ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഈ 15ാം ധനകാര്യ കമ്മീഷനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അവരുടെ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്തിൻ്റെ അകത്തെ മൊത്തം ചെലവുകൾ എടുക്കുമ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി വരുന്ന ചെലവിൻ്റെ 62%, മൊത്തം ചെലവുകളുടെ 62% സംസ്ഥാന സർക്കാരുകൾ നിർവഹിക്കേണ്ടി വരുന്നു. ബാക്കി വരുന്ന 38% കേന്ദ്രം നിർവഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ 62% ചെലവുകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സംസ്ഥാനത്തിൻ്റെ വിഹിതം 41% മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 14ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.2% ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ വിഹിതം 15ാം ധനകാര്യ കമ്മീഷൻ എത്തുമ്പോൾ 1.98% കുറയുന്നത്. വിഹിതത്തിൽ വന്ന ഇടിവാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അടക്കം കേരളത്തിന് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷേ അത് ഒറ്റത്തവണയായിട്ടാണ് കൊടുത്തത് എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ ശ്രീ എ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതിന് അനുബന്ധമായൊരു കാര്യം പറയുമ്പോൾ കേരളം അങ്ങോട്ട് കൊടുക്കുന്നത് കൂടി പരിഗണിക്കണ്ടേ? ഇപ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളത്തിലെ ജനങ്ങൾ ആദായ നികുതി ഇനത്തിൽ കൊടുത്തത് 24,000 കോടി രൂപയാണ്. 24,000 കോടി രൂപ. ആ 24,000 കോടി രൂപ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ സംസ്ഥാനം നേടിയെടുത്ത വികസനം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രയോജനമായിട്ട് മാറുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലാളികളെന്ന് നമ്മളെ പറയുന്ന ആളുകൾ കേരളത്തിലേക്ക് വരുന്നത്? കേരളം നേടിയ വികസനത്തിൻ്റെ പശ്ചാത്തലമാണ് അതിന്. കേരളത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ വന്നാൽ ഉയർന്ന കൂലി ലഭിക്കുന്നു, അവർക്ക് വരുമാനം ഉണ്ടാകുന്നു. ഈ അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ അതിഥി തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പുരോഗതി എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതായത് നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക ഭാഷയിൽ പറയുമ്പോൾ സസ്റ്റൈനബിൾ ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്ന് പറയുന്നൊരു പ്രത്യേക കൺസെപ്റ്റ് ഉണ്ട്. അതായത് വികസനം ഒരു സുസ്ഥിരമായ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേടിയെടുത്ത വികസനം എങ്ങനെയാണ് സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിൽ നിന്ന് മുകളിലേക്ക് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നാണ് കേരളം അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കക്കൂസ് പ്രശ്നമല്ല, ടോയ്ലറ്റ് ഒരു ഇഷ്യൂ അല്ല. ഒഡീഷയെ സംബന്ധിച്ചും മധ്യപ്രദേശിനെ സംബന്ധിച്ചും യു പിയെ സംബന്ധിച്ചും ബീഹാറിനെ സംബന്ധിച്ചും വെളിയിൽ വിസർജനം നടത്തുന്നത് നമ്മൾ കാണുന്നൊരു പതിവ് കാഴ്ചയാണ്. അത് കേരളത്തിലില്ല. അതായത് നമ്മുടെ സംസ്ഥാനം അങ്ങനെ പല കാര്യങ്ങളിലും വെളിയുടെ വിസർജനം എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നമുക്കത് മനസ്സിലാകും. അവരുടെ പ്രശ്നം ടോയ്ലറ്റ് പ്രശ്നമാണെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് പ്രശ്നമില്ല. അങ്ങനെ വ്യതിരിക്തത, വൈവിധ്യം എന്ന് പറയുന്നത് സാമ്പത്തിക വികസന രംഗത്തും സംസ്ഥാനങ്ങൾ തമ്മിൽ നേരിടുന്നുണ്ട്. സാംസ്കാരികമായും സാമൂഹികമായും മതപരമായും ഒക്കെയുള്ള വ്യതിരിക്തത, വൈവിധ്യം എന്ന് പറയുന്നത് പോലെ തന്നെ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായും വൈവിധ്യം നേരിടുന്നുണ്ട്. നേരത്തെ ശ്രീ എ സമ്പത്ത് തന്നെ പറഞ്ഞു, ഇവിടെ തീരപ്രദേശം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് തീരപ്രദേശത്തിൻ്റെ പ്രശ്നം. അപ്പൊ തീരപ്രദേശത്തെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണ്ടേ? തീരങ്ങൾ ശോഷിക്കുന്നത്, സംസ്ഥാനങ്ങൾ നേരിടുന്ന വൈവിധ്യങ്ങളാർന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉണ്ടാകുന്നത്. ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കിച്ചോട്ടെ. ഒരൊറ്റ വാചകം കൂടി പറയേണ്ടത്, ഒറ്റ വാചകം കൂടി. അതായത് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങൾ വേറെയുണ്ട്, പ്രത്യേകം ഉണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഫെഡറൽ സംവിധാനത്തിൽ ഡയലോഗ്, ഡിസ്കഷൻ കാര്യക്ഷമമായി ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. അങ്ങനെയാണെങ്കിലാണ് ഇത്തരം പ്രശ്നങ്ങൾ, അല്ലാതെ ഒരേ പാറ്റേണിൽ ഒരേ ഷർട്ട് നമ്മൾ പാനലിലുള്ള എല്ലാവർക്കും തയ്ച്ചു തരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഷർട്ടുകൾ തന്നെ ഉണ്ടാവണം. അതാണ് പ്രശ്നം. ശ്രീ റജുൽ മാക്കുറ്റി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഈ കേന്ദ്രമന്ത്രിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചതോ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയതോ അതിലല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ആശാ വർക്കറുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുകയാണ്. ഏറ്റവും രൂക്ഷമായി ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തില്ല, സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുമ്പോൾ പോലും ആ വിഷയം
ഈ കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് പ്രധാനപ്പെട്ട വിഷയമല്ലേ. അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണയൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ബഹുമാനായ ശ്രീ സമ്പത്ത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം അന്ന് കേരളത്തിൻ്റെ വയനാടിൻ്റെ പാർലമെൻറ്റ് മെമ്പറാണ്. പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് സ്വാഭാവിക കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി വന്ന് കണ്ടതും സംസാരിച്ചതോ ചായ കുടിച്ചതോ ഭക്ഷണം കഴിച്ചതൊന്നും ഞങ്ങൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഈ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി നടക്കേണ്ട കാര്യം അനൗദ്യോഗികമായി ചർച്ച നടത്തിയതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടല്ലോ. ആ വ്യക്തിപരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇത്രയേറെ ആരോപണങ്ങൾ വിധേയനായ, കുടുംബടക്ക ആരോപണ വിധേയനായ, ഇത്രയും തെളിവുകൾ കണ്ടെത്തിയ ഒരു മുഖ്യമന്ത്രിക്കെതിരായി BJP ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു നിലപാട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ വസ്തുതയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം വല്ല മറ്റ് BJP ഇതര മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന സമീപനമല്ലല്ലോ പിണറായി വിജയനോട് കാണിക്കുന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയനും അങ്ങനെ തന്നെയാണ്. മിസ്റ്റർ നരേന്ദ്രമോദി എന്ന് വിളിക്കുന്ന ഒരു ഡയലോഗ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നമ്മളെവിടെയും കേട്ടിട്ടില്ല. പിണറായി വിജയനെതിരായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും ആക്ഷേപിച്ച് നരേന്ദ്രമോദി ഇവിടെ പ്രസംഗിച്ചപ്പോൾ പോലും തിരിച്ചൊരക്ഷരം ഉരിയാടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും BJPക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്ത്യ മുന്നണി നടക്കുമ്പോൾ ആ സഖ്യ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏക ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഭാര്യയും കുടുംബക്കാരെയും കൂട്ടി ഉലകം ചുറ്റാൻ പോയതാണ്. ഫാസിസത്തിനായി പോരാട്ടം നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ പോലും രാജ്യത്ത് നരേന്ദ്രമോദിയുടെ കീഴിൽ ഫാസിസം ഇല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അത്രയേറെ BJPയെ സഹായിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കൂടി നേടിയെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും തട്ടുകേടില്ലാതെ ഈ ഭരണം പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ അതിനകത്ത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം തെളിവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ KV തോമസിനെ കുറിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ ഒരു കാര്യത്തിനും കേരളത്തിൻ്റെ ഈ കാലം അത്രയും അദ്ദേഹം അവിടെ കിടന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരം പറയാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരല്ലേ. നിങ്ങൾ KV തോമസിൻ്റെ ഇടപെടൽ കൊണ്ട് കേരളത്തിൽ ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. അദ്ദേഹം പ്രത്യേകിച്ച് നമുക്ക് പല കാര്യങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മുണ്ടക്കൈ വിഷയത്തിൽ ഉൾപ്പെടെ കേന്ദ്രം ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ MP ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ആ വിഷയത്തിലേക്ക് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ. അതിനെപ്പോലും ആക്ഷേപിച്ചത് BJP ഇപ്പോൾ വലിയ രൂപത്തിൽ മുണ്ടക്കൈയെ പറയുമ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJPയുടെ നേതാവായിരുന്ന മുൻ കേന്ദ്രമന്ത്രി ഈ മുരളീധരൻ പോലും ആ മുണ്ടക്കൈ ദുരന്തത്തിനോട് ഏത് സമീപനമാണ് സ്വീകരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ BJPക്ക് ആ രാഷ്ട്രീയം അവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ അവിടെ പോലും KV തോമസിന്റെ ഇടപെടൽ ഉണ്ടായോ? ഇപ്പോൾ ഏകദേശം എത്ര മാസമായി ആ ദുരന്തം നടന്നിട്ട് 100-300 ആളുകൾ മരണപ്പെട്ടു, 150ഓളം ആളുകൾ കാണാതായിരിക്കുന്നു. അതിനെക്കുറിച്ച് അവർക്കൊരു ഒരു വീടെടുത്ത് കൊടുക്കാനുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോയോ? പണം ഇവരുടെ കയ്യിലുണ്ടല്ലോ, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തോ? നിങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ആ മേഖല ഉള്ളതല്ലേ? ഗോപികൃഷ്ണ, ഈ കാര്യത്തിൽ ഈ റെജുലി ഈ കാര്യം പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയുകയാണ്. ഈ മുഖ്യമന്ത്രിയെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവർ ദേശീയ തലത്തിലും ദേശീയ തലത്തിലും വലിയ പരിശ്രമം നടത്തുന്നത്. ഇത്തരത്തിലുള്ള അഴിമതിക്കാരനായിട്ടുള്ള കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് റെജുലി പറയുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി അത് ആവർത്തിച്ച് ആരോപിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു പാർട്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന ദേശീയ തലത്തിലുള്ള ഒരു മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ? ഈ ഘടകകക്ഷി വേണ്ട എന്ന് ഒരു തീരുമാനം റെജിലിന് ഈ രാഹുൽ ഗാന്ധി ഈ വയനാട്ടിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പ്രിയങ്ക ഗാന്ധി വരുന്ന സമയത്ത് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ഇവിടെ BJP ചിറ്റമ്മ നയം പാലിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. അത് നിങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഈ സംസ്ഥാനത്ത് പറഞ്ഞില്ലേ കേരളത്തിലെല്ലാം കേന്ദ്രം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. വലിയ സങ്കടം വയനാടിനെ കുറിച്ച് പറയുമ്പോ ആർക്കാണ് വീട് കൊടുക്കേണ്ടതെന്നുള്ള പട്ടിക പോലും ഈ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആക്ഷേപവുമില്ല. അവിടെ തുടർ ചികിത്സയില്ല, അവിടെ ഒന്നും ഒരുക്കി കൊടുക്കുന്നില്ല. തൊഴിൽ ഭാഗത്തൊന്നില്ല. നിങ്ങൾ കേന്ദ്രവിരുദ്ധമായി നടക്കുകയാണ്. കേന്ദ്രവിരുദ്ധ പ്രചരണമാണ് നിങ്ങൾ. നാടിന്റെ വികസനത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് രാഷ്ട്രീയമില്ല. സംസ്ഥാനത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഇനിയും കൊടുക്കും.
അതാണ് ഇവിടെ നിക്ഷേപ സംഗമത്തിൽ കേന്ദ്രമന്ത്രിമാർ വന്ന് പറഞ്ഞു പോയത്. ഏറ്റവും വലിയ നിക്ഷേപകരാരായിരുന്നു? കേന്ദ്ര സർക്കാരായിരുന്നു. അത് കേരളത്തിന്റെ വികസനം, രാജ്യം വികസിക്കുമ്പോൾ കേരളം വികസിക്കണം എന്ന താല്പര്യം കൊണ്ടാണ്. അത് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്കാണ്. ശ്രീ എ സമ്പത്ത്, എന്താണ് താങ്കൾ ഇടയ്ക്കൊന്ന് പറയാൻ ശ്രമിച്ചത്? ശ്രീ ഗോപികൃഷ്ണൻ, അത് കൊടുക്കേണ്ടത് ഔദാര്യമല്ല, അവകാശമാണ്. നിങ്ങൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ തറവാട്ടിലെ സ്വത്തല്ല, പണമൊന്നുമല്ല. കേരളത്തിന് കിട്ടേണ്ടത് കേരളത്തിൽ കൊടുക്കണം. അത് BJP-യുടെ തറവാട്ടിൽ നിന്ന് എടുത്ത പണമൊന്നുമല്ല തരുന്നത്. അത് രാജ്യം ഭരിക്കുമ്പോൾ നല്ലത് ഇതിനകത്ത് അല്ല, നിങ്ങൾ പറയുമ്പോ ഞങ്ങൾ കൊടുക്കുമെന്നൊക്കെ പറയുമ്പോ ഇത് ജനങ്ങളുടെ നികുതി പണാണ്. ശരി, ശ്രീ എ സമ്പത്ത്, നിങ്ങൾ ഔദാര്യമല്ലത്. ശരി, ഏതായാലും എനിക്ക് തോന്നുന്നത് ഏത് ചർച്ചയും ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞാണ്. രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതും. പക്ഷേ ഫെഡറൽ സംവിധാനം എന്ന ആശയത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ടെന്ന ആക്ഷേപം നിരന്തരം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുമ്പോൾ ഇന്ന് ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രസക്തിയും കേരളത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രസക്തിയുമുണ്ട്. ഇനി കാത്തിരിക്കുന്നത് അതിന്റെ ഫലപ്രാപ്തി എന്താണ് എന്നതിലേക്കാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകുമെന്ന് കരുതാം. ഏതൊക്കെ കാര്യങ്ങളിൽ കേരളത്തോട് അനുഭാവപൂർവ്വമുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ചർച്ചയുടെ ഫലത്തെ വിലയിരുത്താൻ എന്നാണ് ഈ ഇന്നത്തെ എൻകൗണ്ടർ പ്രൈം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു.